So very good morning to my dear students. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ആദ്യത്തെ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, മിസ്സിന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം മിസ് പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് ഓൾറെഡി ഞാൻ ഗൂഗിൾ ക്ലാസ്സിൽ ഇട്ടിരുന്നതാണ് മിസ്സിൻ്റെ പോർഷൻസ്. അതിൽ പ്രോട്ടിസ്റ്റ എന്ന ഭാഗമാണ് മിസ്സിന് പഠിപ്പിക്കാനുള്ളത്. ജനറൽ പെർസ്പെക്റ്റീവ്സ് ഇൻ സയൻസ് സർ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് പ്രോട്ടിസ്റ്റ. വാട്ട് ഈസ് പ്രോട്ടിസ്റ്റ? കേട്ടിട്ടുണ്ടോ പ്രോട്ടിസ്റ്റ എന്താണെന്ന്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് നമുക്ക് അതിനെ പ്ലാന്റ്സ് ആയിട്ടും കൂട്ടാൻ പറ്റത്തില്ല, ആനിമൽസ് ആയിട്ടും കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ഒരു കാറ്റഗറി വന്നത്. ഈ ടേം ഡിഫൈൻ ചെയ്തത് ഇങ്ങനെ ഒരു പ്രോട്ടിസ്റ്റ എന്നൊരു പറഞ്ഞ ടേം കൊണ്ടുവന്നത് ഹെഗൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇൻ 1862. ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻസ് ഒക്കെ നോട്ട്സിൽ യു ക്യാൻ റീഡ് ത്രൂ, യു ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ഞാൻ ഇതെന്താണെന്നായിരിക്കും ഐ വിൽ ബി എക്സ്പ്ലെയിൻ. എന്താണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നതിൻ്റെ എങ്ങനെ നമുക്കിത് പ്രോട്ടിസ്റ്റയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിരിക്കും. അതായത് എല്ലാത്തിനും ഒരു പ്രത്യേക ഫോമോ ഷേപ്പോ ഒന്നും കാണത്തില്ല. പലതും പല പോലെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറിലും ഷേപ്പിലും സൈസിലും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ തമ്മിൽ അവ കാണിക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ പ്രോട്ടിസ്റ്റുകളും യൂണിസെല്ലുലാർ ഫോംസ് ആയിരിക്കും. മൾട്ടി സെല്ലുലറും കാണാറുണ്ട്, ബട്ട് പ്രധാനമായും ഒറ്റ സെല്ലുള്ള ജീവികളാണ് പ്രോട്ടിസ്റ്റയിൽ കൂടുതലുള്ളത്. ഇനി പല സെല്ലുള്ളവയാണെങ്കിൽ പോലും സ്പെഷ്യലൈസേഷൻസ് ഇല്ല. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഒരു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനോ ഓർഗൻ സിസ്റ്റംസോ അങ്ങനെയൊന്നും അവരുടെ ശരീരത്തിൽ ഇല്ല. പിന്നെ ആകെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലോ കുറച്ച് സെല്ലുകളോ മാത്രമേ ഉള്ളൂ. പിന്നെ ന്യൂക്ലിയായി ഉണ്ട്, ഒന്നിൽ കൂടുതലോ ന്യൂക്ലിയായി ഇതിൽ കാണാം. ഓർഗനൽസ് ആണ് ഇവിടെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു യൂണിസെല്ലാർ ആവാം, മൾട്ടി സെല്ലാറും ആകാം. പ്രധാനമായിട്ട് യൂണിസെല്ലാർ ഫോംസിനെയാണ് കാണുന്നത്. മൈക്രോസ്കോപ്പിക് ഫോംസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. മാക്രോസ്കോപ്പിക് ഫോംസും കാണുന്നുണ്ട്. നമ്മുടെ ആൽഗയൊക്കെ ഇല്ലേ, ആൽഗ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്. ആ ആൽഗ അല്ലാണ്ടുള്ള ഒരു ആൽഗയൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ള ആൽഗ ഇല്ലേ, പായല്. പായല് ഒക്കെ നമ്മുടെ ഈ പ്രോട്ടിസ്റ്റ കൂട്ടത്തിലാണ് വരുന്നത്. മൂവിങ് ഓൺ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ്. മിസ് പറയുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എഴുതിയെടുത്തോളൂ. നിങ്ങൾക്ക് നോട്ടായിട്ട് ടെക്സ്റ്റിന്റെ ഭാഗങ്ങൾ ഗൂഗിൾ ക്ലാസ്സിൽ അറ്റാച്ച് ചെയ്ത് തരാം. അതിൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതിൻ്റെ സമ്മറി ആയിട്ടാണ് മിസ് ഇത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂക്യാരിയോട്സ് ആണ്. എന്താണ് യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ, യൂക്യാരിയറ്റ്സും പ്രോക്യാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ കാണുന്നത്? യെസ്, ന്യൂക്ലിയസിനെ ചുറ്റി ഒരു മെംബ്രെയിൻ ഉള്ളതിനാണ് നമ്മൾ യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂക്യാരിയോട്ടിക് ഫോമാണ് പ്രോട്ടിസ്റ്റുകൾ എല്ലാം തന്നെ. മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക് ഫോംസ്, കുഞ്ഞു സൈസും വലിയ സൈസും ഉള്ള പ്രോട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ യൂണിസെല്ലുലാർ ആണ് യൂഷ്വലി കാണുന്നത്, ബട്ട് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഓൾ ടുഗെദർ ആബ്സെന്റ്. സിമെട്രി, എന്ത് തരം സിമെട്രി വേണമെങ്കിലും ആകാം. എന്ത് തരം സിമെട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി റേഡിയൽ ആകാം, റേഡിയൽ സിമെട്രി ആകാം, ബൈലാറ്ററൽ സിമെട്രി ആകാം, സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിമെട്രിയെ കാണത്തില്ല. എങ്ങനെ ബോഡീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈക്വൽ ഹാഫ്സ് ആയിട്ട് ബോഡി പ്ലെയിൻസിൽ ഡിവൈഡ് ചെയ്യുന്നതിന്, അതാണ് സിമെട്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അത് നിങ്ങളുടെ ജനറൽ പെർസ്പെക്റ്റീവ്സ് ഇൻ സയൻസിൽ ഡീറ്റെയിൽ ആയിട്ട് ബോഡി സിമെട്രി എന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എനിവേ നമ്മുടെ പോർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക ഇന്ന സിമെട്രി എന്ന് പറയാനില്ല. അതിലെ പല ഓർഗാനിസംസും പല സിമെട്രി ആയിരിക്കും കാണുന്നത്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒന്ന ടൈപ്പ് സിമെട്രി എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഹാബിറ്റാറ്റിന്റെ കേസിലാണെങ്കിലോ അഗൈൻ അതിലും വളരെയധികം ഡൈവേഴ്സ് ആണ് ഈ ഫോംസ്. വെള്ളത്തിൽ കാണുന്നവയുണ്ട്, ഡാംപ് സോയിലിൽ കാണുന്നവയുണ്ട്, പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നവയുണ്ട്, സിംബയോൺസ് ആയിട്ട് ജീവിക്കുന്നവ. സിംബയോൺസ് എന്ന് വെച്ചാൽ എന്താണ്? those organisms that live in association with other organisms. വേറെ ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് സിംബയോൺസ് എന്ന് പറയുന്നത്. പാരസൈറ്റ്സ് ഒരു ടൈപ്പ് സിംബയോണ്ട് ആണെന്ന് പറയാം. അല്ലെങ്കിൽ കമൻസാൽസ് ആയിട്ട് ജീവിക്കുന്ന, കമൻസാൽസും ഒരു ടൈപ്പ് സിംബയോണ്ട് ആണ്. പക്ഷെ കമൻസാലിസം എക്സിബിറ്റ് ചെയ്യുന്ന ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ജീവികളാണോ കമൻസാലിസം കാണിക്കുന്നത് അത് വേറെ ഏതെങ്കിലും ജീവിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ കഴിയുന്നത്. അപ്പൊ ഈ ജീവിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മറ്റു ജീവിക്ക് ഉപദ്രവം ഒന്നിട്ട് ഇല്ലാതാണ്. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പിനാണ്, അസോസിയേഷനാണ് കമൻസാലിസം എന്ന് പറയുന്നത്. പാരസൈറ്റിസം അങ്ങനെയല്ലല്ലോ. ദ ഹാൻഡ് വേറെ ജീവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആശ്രയിക്കപ്പെടുന്ന ജീവിക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്, അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതാണ് പാരസിറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. കമൻസാലിസ് ഓൺ ദ അതർ ഹാൻഡ് ഹോസ്റ്റ് ജീവിക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാണ്ട് തന്നെ ആ ഹോസ്റ്റിൽ നിന്ന് ചില ബെനിഫിറ്റ്സ് ഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഹാബിറ്റാറ്റ് ഡൈവേഴ്സ് ആണ്, എങ്ങനെ വേണമെങ്കിലും പലതരത്തിലും ഇതിനെ കാണപ്പെടാം. ഓക്കെ, ഒരു ജീവിയുടെ കാര്യമല്ല പറയുന്നത്, ഈ കൂട്ടത്തിൽ പോർട്ടിസ്റ്റയിൽ വരുന്ന ഓരോരോ ജീവികളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Now, ഇതിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഇതുവരെ ജനറൽ ആയിട്ടുള്ള ഇങ്ങനെ ആവാം അങ്ങനെ ആവാം ഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ ബോഡീനെ കവർ ചെയ്തുകൊണ്ട്, ബൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോലെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടിസ്റ്റേനെ ചുറ്റിക്കൊണ്ട് കാണുന്നുണ്ട്. ഇത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഹയർ ഫോംസിൽ കാണുന്ന സെൽ മെംബ്രെയിന് വളരെയധികം സാമ്യമുള്ള മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇതതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട്, ഏറ്റവും പുറമേയുള്ള മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞ്, അതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നതാണ് സൈറ്റോപ്ലാസം. ആസ് യു ഓൾ നോ, അതിനെ 2 റീജിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഔട്ടർ റീജിയനെ എക്ടോപ്ലാസം എന്നും കൂടുതൽ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഭാഗത്തിന് എൻഡോപ്ലാസം എന്ന് വിളിക്കുന്നു. ഈ എൻഡോപ്ലാസം ഭാഗത്തിലാണ് സെല്ലിന്റെ ഓർഗനൽസ് എല്ലാം കാണുന്നത്. ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ പെടും? എന്തൊക്കെ ഓർഗനൽസ് നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെ ഓർഗനൽസ് ഉണ്ട്? ന്യൂക്ലിയായി ഉണ്ട്, ന്യൂക്ലിയോലായി ഉണ്ട്, ക്രോമസോംസ്, ലൈസോസോംസ്, സെൻട്രിയോൾസ്, മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ. ഇതെല്ലാം ക്ലോറോപ്ലാസ്റ്റ്, ഇതെല്ലാം ഓർഗനൽസ് ആണ്. ഇതെല്ലാം കാണുന്നത് നമ്മുടെ എൻഡോപ്ലാസത്തിൽ ആണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ സെല്ലേ ഉള്ളെങ്കിൽ, ചിലത് ഒറ്റ സെല്ലായിരിക്കും, ചിലത് പല സെല്ലും കാണാം. ഒറ്റ സെല്ലാണെങ്കിൽ പോലും നമ്മൾക്ക് എത്ര സെല്ലുണ്ട്? നമ്മൾ മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ് അല്ലേ. മൾട്ടി സെല്ലുലാർ ഫോംസിനെ പോലെ തന്നെ നമ്മൾ പ്രധാനമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവയ്ക്കും ജീവൻ നിലനിർത്താൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഒറ്റ സെല്ലാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ കുഞ്ഞു ഫോംസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വേഴ്സറ്റൈൽ ആണെന്ന് സാരം. ഓക്കെ, വി ആർ മൂവിങ് ഓൺ. ലോക്കോമോഷൻ ഉണ്ടോ ഈ ജീവികൾക്ക്? ചിലതിനുണ്ട്, ചിലതിനില്ല. ചിലത് സെസൈൽ അല്ലെങ്കിൽ സെഡൻറ്ററി ഫോംസ് ആണ്, എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫോംസ് ആണ് ഇതിൽപ്പെട്ട ചില ജീവികൾ. അതിന് സെസൈൽ ഫോംസ് അല്ലെങ്കിൽ സെഡൻറ്ററി ഫോംസ് എന്ന് പറയുന്ന അവര് സെസൈൽ ഫോംസ് ആണെങ്കിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന, സെസൈൽ ആണെങ്കിലും സെഡൻറ്ററി ആണെങ്കിലും അങ്ങനത്തെ ഫോംസിനെയാണ് വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്,
വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റേ അവർ കാണിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ജീവികൾ എങ്ങനെയായിരിക്കും, ചെറുതായിട്ടാണെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് നടത്തുന്നത് ബോഡി കോൺട്രാക്ഷൻസിലൂടെ ആയിരിക്കും മൂവ്മെൻറ്റ്സ് നടത്തുന്നത്. പിന്നെ ലോക്കോമോഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും സെസൈൽ ഫോംസിനെ അല്ല, മോട്ടൈൽ ഫോംസിനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. മോട്ടൈൽ ഫോംസ് ആണെങ്കിൽ മൂവിങ് ഫോംസ് ആണ്. മൂവിങ് ഫോംസ് എന്തുപയോഗിച്ചാണ് മൂവ് ചെയ്യണത്? കൈകാലുകൾ നമ്മളെ പോലെ അവർക്കില്ല. അപ്പൊ എന്തുപയോഗിച്ചാണ് മൂവ് ചെയ്യുന്നത്? ഇവിടെ അതിൽ പെടുന്ന പ്രോട്ടിസ്റ്റിൽ വരുന്ന ചില ജീവികളുടെ പടമാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള അമീബനെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അമീബ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ് ലെഗ്സ് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അടുത്തത് പാരമീസിയം. പാരമീസിയം മൂവ് ചെയ്യണത് സീലിയ വെച്ചിട്ടാണ്. നെക്സ്റ്റ് യുഗ്ലീന, അതിനൊരു ലോങ് ഫ്ലെജല്ല വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. നീ എന്ത് സ്ട്രക്ചർ വെച്ചിട്ടാണോ അത് മൂവ് ചെയ്യണത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ എസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടിസ്റ്റ് ഇസ് കൺസേൺ. ഈ ഒരു ലോക്കോമോട്ടറി സ്ട്രക്ചറിന്റെ ബേസിസിൽ കൂടിയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്നത്. സോ ആ ഒരു റിഗാർഡിലും ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രേറ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഷോസ്, പ്രോട്ടിസ്റ്റുകൾ കാണിക്കുന്ന ഒരു പ്രധാന ഫിനോമിനയുണ്ട്. അത് ലോക്കോമോഷൻ മാത്രമല്ല, ബോഡിയുടെ ഉള്ളിലും ഒരു മൂവ്മെന്റ് പ്രോട്ടിസ്റ്റുകളിൽ കാണുന്നുണ്ട്. ബോഡി കോൺട്രാക്ഷൻ നടക്കുന്നത് വഴിയാണ് ഈ പറഞ്ഞ ഇൻട്രാ സെല്ലുലാർ, ഇത് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന മൂവ്മെന്റ് ആട്ടോ, ലോക്കോമോഷന്റെ കാര്യമല്ല ഇവിടെ പറയുന്ന ആ ജീവിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ ബോഡി കോൺട്രാക്ഷൻസ് മൂലം നടക്കുന്ന ഇൻട്രാ സെല്ലുലാർ മൂവ്മെന്റിനെയാണ് ഈ സൈക്ലോസിസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ദ സ്ട്രീമിംഗ് മൂവ്മെന്റ് ഓഫ് ഫുഡ് വാക്യൂൾസ് അലോങ് വിത്ത് ദ എൻഡോപ്ലാസം. ഓക്കെ, ഫുഡ് ഡൈജഷന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഒരു മൂവ്മെന്റ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ വിത്തിൻ ദ സെൽ നടക്കുന്നത്. ഇപ്പൊ സൈറ്റോപ്ലാസത്തിന്റെ കൂടെ ഫുഡും കൂടെ കിടന്നങ്ങ് കറങ്ങുകയാണ്. അതിനാണ് സൈക്ലോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ മൈറ്റോകോൺട്രിയ, കൈനറ്റോപ്ലാസ്റ്റ്, ഇതെല്ലാം കാണുന്നതാണ് ഈ ജീവികളിൽ. ഓക്കെ, മൈറ്റോകോൺട്രിയ നമുക്കറിയാലേ, പവർ ഹൗസ് എന്ന് പറയുന്ന മൈറ്റോകോൺട്രിയ പ്രോട്ടിസ്റ്റുകളിലും കാണുന്നുണ്ട്, കൈനറ്റോപ്ലാസ്റ്റും കാണുവാറുണ്ട്. എന്താണ് കൈനറ്റോപ്ലാസ്റ്റ്? കൈനറ്റോപ്ലാസ്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സർക്കുലർ DNA called kDNA. It is seen as a large circular or disc-shaped structure inside a mitochondrion and contains many copies of mitochondrial genome. ഓക്കെ, അതാണ് കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയൽ DNA പല കോപ്പിയുള്ള ഒരു ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചർ. നെക്സ്റ്റ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റുകൾക്ക് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഒന്നും ആസ് ഫാർ എസ് എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ ആൻഡ് സർക്കുലേഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിന് വേണ്ട പ്രത്യേക സ്ട്രക്ചറുകളൊന്നും അവരുടെ കയ്യിലില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ എക്സ്ക്രീഷന് കിഡ്നീസ് ഉണ്ട്, റെസ്പിറേഷന് ലങ്സ് ഉണ്ട്, സർക്കുലേഷന് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഉണ്ട് അല്ലേ. അങ്ങനെ പ്രത്യേക സ്ട്രക്ചേഴ്സ് അതിനു വേണ്ടി അവർക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പ്രോസസ്സസ് ഒന്നും നടക്കുന്നില്ലേ? ഡെഫിനറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ബോഡി സർഫസിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അതിനു വേണ്ടി ഇതെല്ലാം ഇഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടി പ്രോട്ടിസ്റ്റുകളുടെ ബോഡി സർഫസ് ഏരിയ കുറച്ച് കൂടുതലായിരിക്കും. ഇഫക്റ്റീവ് ആയിട്ട് ഡിഫ്യൂഷൻ വഴി ഈ പ്രോസസ്സസ് എല്ലാം നടക്കാൻ വേണ്ടി. ഇനി ഇവയുടെ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് either ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഫോംസ് ആയിരിക്കാം, അതിനെ ഹോളോഫൈറ്റിക് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സാപ്രോസോയിക് ഡെഡ് ഡീക്കേയിങ് മാറ്റർ ഫീഡ് ചെയ്യുന്നവയാവാം, അല്ലെങ്കിൽ ഹോളോസോയിക് വേറെ ജീവികളെ ഫീഡ് ചെയ്യുന്ന ഫോംസ് ആകാം.